ചേട്ടാ കഴിഞ്ഞ കൊല്ലത്തെ ഓണവിപണിയെ അപേക്ഷിച്ച് ഈ കൊല്ലം എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് കച്ചവടം ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളിവിടെ തുടങ്ങിയിട്ട് ഇപ്പം 2 ദിവസമേ ആയുള്ളൂ. ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. പുതിയ കടയാ? പുതിയ കടയാണ്. അപ്പം ഞങ്ങൾ നേരത്തെ മല്ലപ്പള്ളിയിലൊക്കെ ആയിരുന്നു കട. അപ്പോൾ അവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടുത്തെ വിപണി നമുക്ക് അറിയാൻ സാധിക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ കച്ചവടം നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ 2 ദിവസമേ ആയുള്ളൂ. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആളുകൾ വരുന്നുണ്ട്, സാധനം മേടിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ചിപ്സിൻ്റെ പരിപാടി തന്നെയാണ്. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട്. കാരണം കച്ചവടത്തെ നല്ല ബാധിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കൂടിയതുകൊണ്ട് കച്ചവടം കൂടാനാണ് സാധ്യത. കാരണം ഇത്രയും വെളിച്ചെണ്ണ വില കൊടുത്ത് മേടിച്ച ആളുകൾ വറക്കുന്നതിനെക്കാട്ടിലും എളുപ്പമായിരിക്കും നമ്മുടെ ഇന്ന് 1 കിലോ ചിപ്സ് മേടിച്ചാൽ ആ വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് പകുതി വിലയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് കച്ചവടം കിട്ടുമെന്നുള്ളത്. വില വലിയതായിട്ട് കൂടിയിട്ടില്ല. 440 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ വില തന്നെയായിരുന്നു. ഓണവിപണി മൊത്തത്തിലൊരു ഉണർവുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പരിപാടി. കോട്ടയത്ത് എത്ര ലിറ്റർ വെളിച്ചെണ്ണ നമ്മൾ രാവിലെ ഒരു 15 ലിറ്റർ ചട്ടിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് പറ്റി ഏതാണ്ട് തീരും. പിന്നെ നമ്മളത് യൂസ് ചെയ്യത്തില്ല. എല്ലാം ഒരു ദിവസം 15 ലിറ്റർ വെളിച്ചെണ്ണ. 15 കിലോ വെളിച്ചെണ്ണയാണ്. അതൊരു അതിന് തീരുന്ന കൊല നമ്മൾ ഇറക്കിയിടും. പക്ഷെ ആ വെളിച്ചെണ്ണ തീരുന്നതോടുകൂടി നമ്മൾ അന്നത്തെ വറുപ്പങ്ങ് നിർത്തും. പിന്നെ കുറച്ചേ കാണത്തുള്ളൂ. അത് നമ്മൾ കോരി അങ്ങ് മാറ്റിയേക്കും. പിന്നെ നാളെ വീണ്ടും 15 കിലോ രാവിലെ ഒഴിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ പേരിക്ക് ഇതുവരെ ആരും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. മല്ലപ്പള്ളിയിലൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അറിയാം നമ്മുടെ ചിപ്സിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. അപ്പോൾ എത്ര കിലോ ചിപ്സൊക്കെ ഇടയിൽ വിറ്റ് പോകുന്നുണ്ട്? ഇതുവരെ ഇവിടുത്തെ കണക്കിന് നമ്മൾ ഇപ്പോൾ ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഒരു 10, 25, 30 കിലോ ഒക്കെ ആയിട്ടുള്ളൂ. എന്നുവെച്ചാൽ ആളുകൾ വന്ന് അറിഞ്ഞു കേട്ട് വരുന്നതേ ഉള്ളൂ. ഓണവിപണിയിലാണ് ഏറ്റവും കൂടുതൽ ചിപ്സിൻ്റെ ഒക്കെ വിൽപ്പന സാധ്യത ഉള്ളത്. കൂടുതലും സാധ്യത ഉണ്ടുണ്ട്. ഓണപ്രതീക്ഷയാണ് നമ്മുടെ പ്രതീക്ഷ. അതുവരെ നമ്മൾ വലിയ ഇതില്ലാതെ ഇരുന്നാലും ഓണത്തിന് എന്തെങ്കിലും നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്നത്. സഹകരണമുണ്ട്. നാട്ടുകാർ നല്ല സഹകരണമാണ്. ഞാൻ മല്ലപ്പള്ളി കച്ചവടം ഉണ്ടെങ്കിലും എൻ്റെ വീട് ഇവിടെ താഴത്തങ്ങാടിയിലാണ്. നേരത്തെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പത്തനംതിട്ട ജില്ലയിലായിരുന്നു. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സംരംഭം തുടങ്ങിയതാണ്. അപ്പം നാട്ടുകാരായ നല്ല ആൾക്കാർ നമ്മളോട് പ്രതീക്ഷിക്കും നല്ല രീതിയിൽ സഹകരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇതുവരെ കുഴപ്പമില്ല. വന്നവർക്കെല്ലാം നല്ല നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ കഴിച്ചിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ്, കുഴപ്പമില്ല അതും പറഞ്ഞൊക്കെ വാങ്ങുന്നുണ്ട് ആളുകൾ. വെളിച്ചെണ്ണയുടെ വില കയറിയത് വലിയ കച്ചവടത്തിൽ പ്രതിസന്ധി അല്ലാന്നാണ്. പ്രതിസന്ധി ആണെങ്കിൽ പോലും 1 കിലോ വെളിച്ചെണ്ണ മേടിച്ച് നമ്മൾ വീട്ടിൽ വറക്കുമ്പം അതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് ഇവിടെ 1 കിലോ ചിപ്സ് മേടിച്ചാൽ ജോലിയിലും ലാഭം കഴിക്കുകയും ചെയ്യുക. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് നടക്കുമെന്നുള്ളത്. അതാണ് നമ്മൾ തുടങ്ങിയിട്ട് ഇന്നലെയാണ് തുടങ്ങി ഓപ്പൺ ചെയ്യുന്നത് ഏവൻ ചിപ്സ് സെൻ്റർ. കുഴപ്പമില്ല, നല്ല നാട്ടുകാരായതുകൊണ്ട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കച്ചവടം വലിയ കുഴപ്പമില്ല. ഇപ്പം മഴ മാറി നിൽക്കുന്നതുകൊണ്ട് ചെറിയതായിട്ടുള്ള കച്ചവടം വന്നിട്ടുണ്ട്. ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ മഴയില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കച്ചവടം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെളിച്ചെണ്ണയുടെ വില വർധനവ് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? വെളിച്ചെണ്ണ ഭയങ്കര വിലയായിപ്പോയി ഇപ്രാവശ്യം. അപ്പോൾ ഇപ്പോഴാണ് ഇച്ചിരി കുറയാൻ തുടങ്ങിയത്. ഞങ്ങൾ പിന്നെ ഈ ആട്ടുന്ന എണ്ണ ആയതുകൊണ്ട് അതിന് ഭയങ്കര വിലയാണ്. എന്നാലും കഴിഞ്ഞ കൊല്ലത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ ഇരട്ടി വിലയില്ലേ ഇപ്പം? അതായത് കഴിഞ്ഞ കൊല്ലം 200 താഴെയായിരുന്നു വില, പക്ഷേ ഇപ്പം റെക്കോർഡ് വിലയായി 400-ന് മുകളിൽ. ഞങ്ങൾ 480 എടുത്തിട്ടാണ് അടിക്കുന്നത്. ഇപ്പോഴാണ് ഇച്ചിരി കുറഞ്ഞത്. അപ്പോൾ ചിപ്സിൻ്റെ റേറ്റിലും വില വ്യത്യാസം വന്നിട്ടില്ലേ? വില ഇപ്പം 480 തന്നെ ചിപ്സ് വിൽക്കുന്നത്. ചിപ്സ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ വില വെച്ച് നമുക്ക് എങ്ങനെ കച്ചവടം നമുക്ക് ലാഭത്തിലാവും? ലാഭം ഇപ്രാവശ്യം കുറവാണ്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങ് പോകുന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇതുപോലെ ചിപ്സ്, പപ്പടം എന്നുള്ള വ്യാപാരികളാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടമാനം വില കൂട്ടി വിൽക്കാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് എല്ലാവരും മീഡിയ ആൾക്കാരൊക്കെയല്ലേ വരുന്നത്. അപ്പം പിന്നെ ലെവലിലങ്ങ് പോകാന്നുള്ളതേ ഉള്ളൂ. പ്രതീക്ഷയുണ്ട് ഓണത്തിലെ കച്ചവടം? കാരണം ഓണത്തിന് നല്ല പ്രതീക്ഷയുണ്ട്, കച്ചവടം കിട്ടും. എന്നുവെച്ചാൽ നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ, അതുകൊണ്ട് നമ്മൾ നല്ല പ്രതീക്ഷ നിൽക്കുക. എന്താ കായ്ക്ക് എന്താ വില? പച്ചക്കായ കായ്ക്ക് ഇപ്പം 40 രൂപ വിലയാണ്. ശർക്കര വരട്ടിക്ക് ഇപ്പോൾ കിലോയ്ക്ക് അത് 480. രണ്ടും ഒരേ വില തന്നെയാണ്. എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ വിൽക്കാനുള്ളത്? നമ്മൾ ചക്കയുണ്ട്, ചിപ്സ്, ശർക്കര വരട്ടി, പിന്നെ മിക്സറുണ്ട്, പക്കാവട, കപ്പ, ഇങ്ങനെയുള്ള ഐറ്റം എല്ലാം ഉണ്ട്. ഇങ്ങനെ ഹോൾസെയിലായിട്ടാണോ വിൽക്കുന്നത് അതോ കടകളിൽ? റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. ഇല്ല, സപ്ലൈ ഇല്ല. സപ്ലൈക്ക് നമുക്ക് മുതലാകത്തില്ല. ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ വിൽക്കുന്നത്. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടോ? നല്ല ഒത്തിരി കസ്റ്റമറുണ്ട്. നിലവിൽ എങ്ങനെയുണ്ട് കച്ചവടം പോകുന്നത്? കച്ചവടം നല്ല രീതിയിൽ പോകുന്നു, ഒരു കുഴപ്പമില്ല. അപ്പം വില വർധന ബാധിച്ചിട്ടില്ല? ബാധിച്ചത് ചെറുതായിട്ടൊക്കെ ബാധിച്ചിട്ടുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ നല്ല കുഴപ്പമില്ല പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇച്ചിരി
കുറവാണ്, ഇത്തിരി മാറ്റം വെളിച്ചെണ്ണയുടെ വില കൂടിയത് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടുണ്ട്, നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടോ? നന്നായിട്ട് ബാധിച്ചു. ഇപ്പോൾ എത്ര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്? ഞങ്ങൾ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നു. ഒരു ദിവസം എത്ര ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗമുണ്ട്? ഞങ്ങൾ ഒരു ദിവസം 75 കിലോ 75 കിലോ ചിപ്സ് ഉണ്ടാകുന്നുണ്ടോ? അല്ല, 75 കിലോയുടെ വെളിച്ചെണ്ണയും. വെളിച്ചെണ്ണ ചിപ്സിൻ്റെ ഒക്കെ എങ്ങനെയുണ്ട് വില? ചിപ്സിന് ഇപ്പോൾ 480 രൂപ. 450 രൂപ. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ വിലയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ ലാഭം കിട്ടുന്നുണ്ടോ? വലിയ ലാഭമൊന്നുമില്ല. ആ, അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോയി, വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞു. അപ്പോൾ ഓണം ഈ പ്രാവശ്യം പ്രതിസന്ധിയിലാണോ? ആ, ഇത്തിരി ഇതാ. എങ്ങനെയാണ് അപ്പോൾ ഈ കറണ്ട് ചാർജും വാടകയും ആൾക്കാരുടെ ശമ്പളം എല്ലാം കൂടി പോയി കഴിഞ്ഞാൽ മുതലാളിക്ക് ലാഭം കിട്ടുമോ? ഒത്തിരി ലാഭമൊന്നും കിട്ടിയല്ല. ആ, എന്നാലും മുടക്കിയ കാശ് കിട്ടും. മുടക്കിയ കാശ് കിട്ടും. എങ്ങനെയുണ്ട് ഓണത്തിന് കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളിയാണ്. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കൊല്ലത്ത് എങ്ങനെയുണ്ട്? ലാഭം ഉണ്ടോ? ലാഭമുണ്ട്, കുഴപ്പമില്ല. ഈ വെളിച്ചെണ്ണയുടെ വില കൂടിയത് കച്ചവടത്തെ ബാധിച്ചോ? ഇല്ല, ബാധിച്ചിട്ടില്ല. ഇല്ല, ഇല്ല. സ്ഥിരം വാങ്ങുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ഉണ്ട്. ഓണത്തിൽ പ്രതീക്ഷ ഉണ്ടോ കച്ചവടം കൂടുന്നുള്ളത്? കുഴപ്പമില്ല, എങ്ങനെ പോകും? എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അടിപൊളിയാണ്. സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ സ്ഥിരം വരുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഈ പ്രശ്ന ഓണത്തിൽ പ്രതിസന്ധി ഒന്നുമില്ല, ലാഭത്തിനാണ്, സന്തോഷത്തിനാണ്, അതെ, 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 ആവേശത്തിലാണ്. അതെ.